ഒരു ദിവസം നിങ്ങളും ഞാനും ഈ ലോകത്തിലെ അവസാന ശ്വാസം പുറത്തുവിടും. ഒരിക്കൽ ചിരിച്ച മുഖം, ഒരിക്കൽ സ്വപ്നങ്ങൾ കണ്ട കണ്ണുകൾ, ഒരിക്കൽ എൻ്റെ എന്നു പറഞ്ഞ ശരീരം. അതൊരു വെള്ള കഫൻ തുണിയിൽ പൊതിഞ്ഞ് ചിലർ തോളിലേറ്റി ഒരു ചെറു കുഴിയിലേക്ക് ഇറക്കും. അവിടെ ഇരുട്ട് മാത്രം. അപ്പോൾ ഒരു ചോദ്യം, ആ ശരീരത്തിന് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? എത്ര മണിക്കൂറിനകം ശരീരം മാറിത്തുടങ്ങും? ഖബറിൽ മനുഷ്യൻ എന്തനുഭവിക്കും? എന്തുകൊണ്ട് ചില ശരീരങ്ങൾ നശിക്കാതെ നിലനിൽക്കും? നബിമാരുടെ ശരീരം ജീർമിക്കില്ലെന്ന് ഇസ്ലാം പറയുന്നത് എന്തുകൊണ്ട്? ഇന്ന് ഖുർആന്റെയും സഹീഹായ ഹദീസുകളുടെയും വെളിച്ചത്തിൽ മരണത്തിന് ശേഷമുള്ള ശരീരത്തിൻ്റെ യാത്രയെ ഘട്ടം ഘട്ടമായി നമ്മൾ കാണാൻ പോകുന്നു. ഇതൊരു കഥയല്ല, ഒരു ദിവസം നമ്മളൊക്കെ അനുഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന നിമിഷം, അതാണ് മൗത്ത്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഓരോ ജീവനും മരണത്തെ രുചിച്ചറിയും. സൂറത്ത് ആലു ഇമ്രാൻ 185. മരണം വന്നാൽ ഡോക്ടർ എക്സ്പയർഡ് എന്ന് പറയും. പക്ഷെ ഇസ്ലാമിൽ അത് അവസാനമല്ല, അത് മറ്റൊരു ലോകത്തിൻ്റെ തുടക്കമാണ്. ഹദീസുകളിൽ വരുന്നു, മുഅ്മിനിന്റെ ആത്മാവ് പുറത്തു വരുമ്പോൾ മലക്കുകൾ സുഗന്ധമുള്ള കഫൻ തുണിയുമായി എത്തും. എന്നാൽ പാപജീവിയുടെ ആത്മാവ് വലിച്ചു പറിക്കുന്നതുപോലെ പുറത്തെടുക്കപ്പെടും. ആദ്യ നിമിഷം മുതൽ തന്നെ മനുഷ്യൻ തൻ്റെ ജീവിതഫലം കാണാൻ തുടങ്ങുന്നു. മയ്യത്തിനെ കുളിപ്പിക്കുന്നു, കഫൻ തുണിയിൽ പൊതിയുന്നു, ജനാസ നമസ്കാരം നടത്തുന്നു. പിന്നീട് ഒരു ചെറിയ കുഴി. അതാണ് മനുഷ്യൻ്റെ ലോകത്തിലെ അവസാന വിലാസം. അവിടെ സമ്പത്തില്ല, പദവിയില്ല, ഫോളോവേഴ്സ് ഇല്ല, ബാങ്ക് ബാലൻസ് ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചവനെ 3 കാര്യങ്ങൾ അനുഗമിക്കും: കുടുംബം, സമ്പത്ത്, പ്രവർത്തികൾ. 2 മടങ്ങും, പ്രവർത്തികൾ മാത്രം കൂടെയുണ്ടാകും. സഹിഹുൽ ബുഖാരി. ഒരു മനുഷ്യൻ ഖബറിൽ ഇറക്കപ്പെടുമ്പോൾ ആദ്യമായി അവൻ കേൾക്കുന്നത് മടങ്ങിപ്പോകുന്ന ആളുകളുടെ ചെരുപ്പിൻ്റെ ശബ്ദമാണെന്ന് ഹദീസിൽ പറയുന്നു. അവിടെ നിന്ന് ആരംഭിക്കുന്നു ബർസഖ് എന്ന ഇടനില ലോകം. മുൻകർ, നക്കീർ എന്ന 2 മലക്കുകൾ വരും അലൈഹി വസല്ലം. അവർ ചോദിക്കും, മൻ റബ്ബുക, നിന്റെ രക്ഷിതാവാര്? മാ ദീനുക, നിന്റെ മതമെന്ത്? മൻ നബിയുക, നിന്റെ നബി ആര്? ഇത് വെറും വായനാപാഠ ചോദ്യമല്ല, ജീവിതത്തിൽ ആരെ അനുസരിച്ചു ജീവിച്ചു എന്നതിൻ്റെ പരീക്ഷണമാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വിശ്വസിച്ചവരെ ഉറച്ച വാക്കിലൂടെ അല്ലാഹു സ്ഥിരപ്പെടുത്തും. സൂറത്തു ഇബ്രാഹിം 27. സത്യവിശ്വാസി മറുപടി പറയും, റബ്ബി അല്ലാഹ്, ദീനിയൽ ഇസ്ലാം, നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖബർ വിശാലമാകും, സ്വർഗത്തിൻ്റെ ജനൽ തുറക്കും. പക്ഷേ കപടവിശ്വാസിയും പാപജീവിയും മറുപടി പറയാൻ കഴിയാതെ വിറക്കും. അവിടെ നിന്നാണ് ഖബറിൻ്റെ ശിക്ഷ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം, മനുഷ്യ ശരീരം ഖബറിൽ വെച്ച ശേഷം ഘട്ടം ഘട്ടമായി മാറിത്തുടങ്ങും. ആദ്യഘട്ടം, ചില മണിക്കൂറുകൾക്ക് ശേഷം ഹൃദയം നിൽക്കും, രക്തചംക്രമണം അവസാനിക്കും, ശരീരം തണുക്കും, തോലിൻ്റെ നിറം മാറും, പേശികൾ കട്ടിയാകും. ഇത് റിഗോർ മോർട്ടിസ് എന്ന ഘട്ടം. 2ാം ഘട്ടം, 24 മുതൽ 72 മണിക്കൂർ ശരീരത്തിനുള്ളിലെ കോശങ്ങൾ നശിക്കാൻ തുടങ്ങും. ബാക്ടീരിയകൾ ശരീരത്തെ അകത്തുനിന്ന് വിഘടിപ്പിക്കും, വയർ വീർത്തുവരും, തോലിൻ്റെ നിറം മാറും. മനുഷ്യൻ ഒരിക്കൽ കണ്ണാടിയിൽ നോക്കി അഭിമാനിച്ച ശരീരം മണ്ണിലേക്ക് മടങ്ങാനുള്ള യാത്ര ആരംഭിക്കുന്നു. 3ാം ഘട്ടം, 1 ആഴ്ച മുതൽ തൊലി പിളരും, അവയവങ്ങൾ ദ്രവമാകും, ദുർഗന്ധം വ്യാപിക്കും, കീടങ്ങൾ ശരീരത്തെ ഭക്ഷിക്കും. ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നു, മനുഷ്യൻ ചിന്തിക്കട്ടെ, നാം അവനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? സൂറത്ത് താരിഖ്. മണ്ണിൽ നിന്നുണ്ടായ ശരീരം വീണ്ടും മണ്ണിലേക്ക് മടങ്ങുന്നു. 4ാം ഘട്ടം, മാസങ്ങൾക്കു ശേഷം മാംസമില്ലാതാകും, അസ്ഥികൾ മാത്രം ബാക്കിയാകും, അവയും പിന്നീട് പൊടിയാകും. അഹങ്കാരം പറഞ്ഞ ശരീരം അവസാനം മണ്ണായി മാറും. ഇവിടെയാണ് ഇസ്ലാം അത്ഭുതകരമായ ഒരു സത്യം പറയുന്നത്. നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അല്ലാഹു ഭൂമിക്ക് നബിമാരുടെ ശരീരം തിന്നുന്നത് നിരോധിച്ചിരിക്കുന്നു. സുനൻ അബൂദാവൂദ് സഹീഹ്. അഥവാ നബിമാരുടെ ശരീരം ഭൂമി ജീർണിപ്പിക്കില്ല. ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേക ബഹുമതിയാണ്. അള്ളാഹുവിൻ്റെ വഴിയിൽ ജീവൻ ത്യജിച്ച ചില ഷഹീദുകളുടെ ശരീരങ്ങളും അള്ളാഹു സംരക്ഷിക്കാറുണ്ട്. ഖുർആൻ പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവരെ മരിച്ചവരെന്ന് പറയരുത്, അവർ ജീവിച്ചിരിക്കുന്നു. സൂറത്തു ബഖർ 154. ചരിത്രത്തിൽ പല ഷഹീദുകളുടെ ഖബറുകൾ തുറന്നപ്പോൾ ശരീരം മാറാതെ കണ്ടെത്തിയ സംഭവങ്ങളുണ്ട്. എന്നാൽ ഇത് എല്ലാ ആളുകൾക്കും ബാധകമല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കുള്ള പ്രത്യേക കാരുണ്യമാണ്. ചരിത്രത്തിൽ ചില മഹാന്മാരുടെ ശരീരങ്ങൾ നശിക്കാതെ കണ്ട സംഭവങ്ങളുണ്ട്. പക്ഷേ ഇത് ഇസ്ലാമിലെ ഒരു നിർബന്ധ വിശ്വാസമല്ല. ഖുർആനും സഹീഹ് ഹദീസും ഉറപ്പായി പറഞ്ഞത് നബിമാരെക്കുറിച്ചാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബർ സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ഒരു തോട്ടമോ അല്ലെങ്കിൽ നരകത്തിലെ കുഴികളിൽ ഒരു കുഴിയോ ആണ്. തിർമിദി. ഒരു വിശ്വാസിക്ക് ഖബർ വിശാലമാകും. അവൻ സ്വർഗത്തിൻ്റെ സുഗന്ധമനുഭവിക്കും. പക്ഷേ പാപജീവിക്ക് ഖബർ ഞെരുക്കും. ഹദീസിൽ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. നമസ്കാരം ഉപേക്ഷിക്കൽ, പരനിന്ദ, മൂത്രശുദ്ധി പാലിക്കാതിരിക്കുക, കള്ളം, ഖുർആൻ ഉപേക്ഷിക്കൽ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം. കാരണം ഖബർ പരീക്ഷണം പിന്നീടല്ല, മരണം വന്ന ഉടൻ ആരംഭിക്കും. ഇന്ന് മനുഷ്യൻ ജിമ്മിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. തോലിയുടെ സംരക്ഷണത്തിനായി ആയിരങ്ങൾ ചിലവഴിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു ദിവസം അവൻ സ്നേഹിച്ച ശരീരം മണ്ണിലെ കീടങ്ങളുടെ ഭക്ഷണമാകും. അപ്പോൾ യഥാർത്ഥ ചോദ്യം, ഞാൻ എൻ്റെ ആത്മാവിനായി എന്ത് തയ്യാറാക്കി? നമ്മൾ ബാങ്കിനായി പ്ലാൻ ചെയ്യുന്നു, വീടിനായി പ്ലാൻ ചെയ്യുന്നു, റിട്ടയർമെൻറ്റിനായി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഖബറിനായി എന്താണ് തയ്യാറാക്കിയത്? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു നിമിഷം കണ്ണടയ്ക്കൂ. നിങ്ങളുടെ ജനാസ, നിങ്ങളെ ചുമന്നുകൊണ്ടുപോകുന്ന ആളുകൾ, കരയുന്ന കുടുംബം, ശേഷം ഒരു ഇരുണ്ട ഖബർ. അവിടെ നിങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും മാത്രം. അപ്പോൾ നിങ്ങളുടെ നമസ്കാരം നിങ്ങളെ രക്ഷിക്കുമോ? നിങ്ങളുടെ ഖുർആൻ നിങ്ങളോടൊപ്പം വരുമോ? നിങ്ങളുടെ തൗബ, നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ സദഖ്, അവ നിങ്ങൾക്ക് വെളിച്ചമാകുമോ? യാ അല്ലാഹ്, ഞങ്ങളുടെ ഖബറുകൾ സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ഒരു തോട്ടമാക്കണമേ. മരണത്തിൻ്റെ കഠിനത ലഘൂകരിക്കണമേ. മുൻകർ നഗീറിൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി പറയാൻ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ ക്ഷമിക്കണമേ. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് ലഭിക്കണമേ. അവസാന ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം നൽകണമേ. ആമീൻ. മരണം അത് കഥകളിലെ ഭയമല്ല, ഓരോ ഹൃദയവും ഉറപ്പായി എത്തിച്ചേരേണ്ട സത്യം. ചോദ്യം ഒന്നു മാത്രം, നമ്മൾ അതിനായി തയ്യാറാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതിനെയും നിങ്ങൾ കേട്ടതിനെയും സ്വാലിഹായ അമലാക്കി തിരുമാറാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.